മാടപ്രാവും ഉറുമ്പും. പണ്ട് പണ്ട് ഒരു ആശാരിയുടെ വീടിന്റെ മുറ്റത്തുള്ള ഒരു ആൽമരത്തിന്റെ പൊത്തിൽ ഒരു മാടപ്രാവ് മുട്ടയിട്ടു. ഒരിക്കൽ തീറ്റ തേടിപ്പോയി തിരിച്ചു വന്ന മാടപ്രാവ് പൊത്തില് നോക്കിയപ്പോൾ മുട്ട കാണാനില്ല. ആ ആശാരിയാണ് തന്റെ മുട്ട എടുത്തതെന്ന് മനസ്സിലാക്കിയ പ്രാവ് ആശാരിയോട് ചോദിച്ചു, ആലിമ്പൊത്തിലെ മുട്ടയെടുത്തോ ആശാരി? ഏയ്, ഞാനെടുത്തില്ല. ആശാരിയുടെ മറുപടി കേട്ട മാടപ്രാവ് കരഞ്ഞുകൊണ്ട് പറന്നുപോയി. അലമുറയിട്ട് കരയുന്ന മാടപ്രാവിനെ നോക്കി ഒരു പന്നി ചോദിച്ചു, എന്തിനാ മാടപ്രാവെ കരയുന്നത്? തന്റെ ദുഃഖകാരണം പറഞ്ഞ ശേഷം പ്രാവ് പന്നിയോട് ചോദിച്ചു, ആലിമ്പൊത്തിലെ മുട്ടയെടുത്ത ആശാരിയുടെ ചേമ്പും ചേനയും നിനക്ക് കുത്താമോ പന്നി? അയ്യോ, എനിക്ക് വയ്യ. പന്നിയുടെ മറുപടി കേട്ട മാടപ്രാവ് വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പ്രാവിന്റെ കരച്ചില് കേട്ടൊരു വേടൻ അതിനോട് കാര്യം തിരക്കി. തന്റെ ദുഃഖകാരണം പറഞ്ഞ മാടപ്രാവ് വേടനോട് ചോദിച്ചു, ആലിമ്പൊത്തിലെ മുട്ടയെടുത്ത ആശാരിയുടെ ചേനും ചേമ്പും കുത്താത്ത പന്നിയെ അമ്പെയ്യാമോ വേടാ? അയ്യോ, എനിക്ക് നേരമില്ല. വേടന്റെ മറുപടി കേട്ട മാടപ്രാവ് വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇത്തവണ പ്രാവിന്റെ കരച്ചില് കേട്ട് കാരണം തിരക്കിയതൊരു ചുണ്ടെലിയായിരുന്നു. അവനോടും തന്റെ കരച്ചിലിന്റെ കാരണം പറഞ്ഞ മാടപ്രാവ് ചോദിച്ചു, ആലിൻപൊത്തിലെ മുട്ടയെടുത്ത ആശാരിയുടെ ചേമ്പും ചേനയും കുത്താത്ത പന്നിയെ എയ്യാത്ത വേടന്റെ വില്ലിലെ ഞാൻ കരണ്ട് മുറിക്കാമോ എലി? അയ്യോ, എനിക്കുയ്യ. എലിയുടെ മറുപടി കേട്ട മാടപ്രാവ് വീണ്ടും കരഞ്ഞുകൊണ്ട് പറക്കുവാൻ തുടങ്ങി. വഴിക്ക് വെച്ച് കണ്ട ഒരു പൂച്ചയും പ്രാവിനോട് കരച്ചിലിന്റെ കാര്യം അന്വേഷിച്ചു. തന്റെ ദുഃഖകാരണം പൂച്ചയെ അറിയിച്ച മാടപ്രാവ് അവനോട് ചോദിച്ചു, ആലിമ്പൊത്തിലെ മുട്ടയെടുത്ത ആശാരിയുടെ ചേമ്പും ചേനയും കുത്താത്ത പന്നിയെ എയ്യാത്ത വേടന്റെ വില്ലിലെ ഞാൻ കരണ്ട് മുറിക്കാത്ത എലിയെ പിടിക്കാമോ പൂച്ചേ? എനിക്കിപ്പോൾ വിശപ്പില്ല. പൂച്ചയുടെ മറുപടി കേട്ട് മാടപ്രാവ് വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എതിരെ വരുന്ന ഒരു പട്ടിയും പ്രാവിനോട് കരച്ചിലിന്റെ കാരണം ആരാഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത മാടപ്രാവ് ഒടുവിൽ പട്ടിയോട് ചോദിച്ചു, ആലിൻപൊത്തിലെ മുട്ടയെടുത്ത ആശാരിയുടെ ചേമ്പും ചേനയും കുത്താത്ത പന്നിയെ എയ്യാത്ത വേടന്റെ വില്ലിലെ ഞാൻ കരണ്ട് മുറിക്കാത്ത എലിയെ പിടിക്കാൻ വയ്യാത്ത പൂച്ചയെ കടിക്കാമോ പട്ടി? അയ്യോ, എനിക്ക് കാവലിന് പോണം. പട്ടിയുടെ മറുപടി കേട്ട മാടപ്രാവ് വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇത്തവണ മാടപ്രാവിന്റെ കരച്ചിൽ കേട്ടതൊരു അപ്പൂപ്പനായിരുന്നു. ദുഃഖകാരണം തിരക്കിയ അപ്പൂപ്പനോടും മാടപ്രാവ് തന്റെ കഥ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ആലിൻപൊത്തിലെ മുട്ടയെടുത്ത ആശാരിയുടെ ചേമ്പും ചേനയും കുത്താത്ത പന്നിയെ എയ്യാത്ത വേടന്റെ വില്ലിലെ ഞാൻ കരണ്ട് മുറിക്കാത്ത എലിയെ പിടിക്കാൻ വയ്യാത്ത പൂച്ചയെ കടിക്കാൻ നേരമില്ലാത്ത പട്ടിയെ അടിക്കാമോ അപ്പൂപ്പ? വയ്യ, എനിക്ക് വയസ്സായി. അപ്പൂപ്പന്റെ മറുപടിയും മാടപ്രാവിനെ ദുഃഖിപ്പിച്ചു. നിരാശയോടെ അത് വീണ്ടും കരഞ്ഞു പറന്നു. മാടപ്രാവിന്റെ ദുഃഖം കണ്ട് തീ കാര്യം ചോദിച്ചു. പ്രാവ് തീയോട് തന്റെ കഥ പറഞ്ഞു. ഒടുവിൽ ചോദിച്ചു, ആലിൻപൊത്തിലെ മുട്ടയെടുത്ത ആശാരിയുടെ ചേമ്പും ചേനയും കുത്താത്ത പന്നിയെ എയ്യാത്ത വേടന്റെ വില്ലിലെ ഞാൻ കരണ്ട് മുറിക്കാത്ത എലിയെ പിടിക്കാൻ വയ്യാത്ത പൂച്ചയെ കടിക്കാൻ നേരമില്ലാത്ത പട്ടിയെ അടിക്കാൻ വയ്യാത്ത അപ്പൂപ്പന്റെ വെളുവിളേ മിന്നുന്ന താടി കരിക്കാമോ തീയെ? അയ്യോ, എനിക്ക് പറ്റില്ല. തീയന്റെ മറുപടി കേട്ട മാടപ്രാവ് വീണ്ടും ദുഃഖത്തോടെ പറക്കൽ തുടർന്നു. പ്രാവിന്റെ കണ്ണീര് കണ്ട് സംശയത്തോടെ കാരണം തിരക്കിയ വെള്ളത്തിനോടും പാവം മാടപ്രാവ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചോദിച്ചു, ആലിമ്പൊത്തിലെ മുട്ടയെടുത്ത ആശാരിയുടെ ചേമ്പും ചേനയും കുത്താത്ത പന്നിയെ എയ്യാത്ത വേടന്റെ ഞാൻ കരളാത്ത എലിയെ പിടിക്കാൻ വയ്യാത്ത പൂച്ചയെ കടിക്കാൻ നേരമില്ലാത്ത പട്ടിയെ അടിക്കാൻ വയ്യാത്ത അപ്പൂപ്പന്റെ വെള്ളത്താടി കരിക്കാൻ വയ്യാത്ത തീയനെ കെടുത്താമോ വെള്ളമേ? അയ്യോ, എനിക്ക് വയ്യ. വെള്ളത്തിന്റെ മറുപടി കേട്ട മാടപ്രാവിന് സങ്കടവും നിരാശയും വർദ്ധിച്ചു. വീണ്ടും പറന്നു നടക്കുമ്പോൾ സങ്കടകാരണം തിരക്കിയ ആനയോടും അത് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചോദിച്ചു, ആലിമ്പൊത്തിലെ മുട്ടയെടുത്ത ആശാരിയുടെ ചേമ്പും ചേനയും കുത്താത്ത പന്നിയെ എയ്യാത്ത വേടന്റെ ഞാൻ കരണ്ട് കരളാത്ത എലിയെ പിടിക്കാൻ കൂട്ടാക്കാത്ത പൂച്ചയെ കടിക്കാൻ നേരമില്ലാത്ത പട്ടിയെ അടിക്കാൻ വയ്യാത്ത അപ്പൂപ്പന്റെ വെള്ളത്താടി കരിക്കാൻ വയ്യാത്ത തീയിനെ
കിടത്താൻ മടി കാണിച്ച വെള്ളം കലക്കാമോ ആനെ? അയ്യോ, എനിക്ക് വേറെ പണിയുണ്ട്. മാടപ്രാവിന്റെ ദുഃഖം 10 മടങ്ങായി. ഇനി ആരോടാണ് സഹായം അഭ്യർത്ഥിക്കുക? നിരാശയോടെ കരഞ്ഞ് തളർന്നിരുന്ന മാടപ്രാവിനെ നോക്കി ഒരു ഉറുമ്പ് ചോദിച്ചു, എന്തു പറ്റി മാടപ്രാവേ? എത്ര പേരോട് ഞാൻ സഹായം അഭ്യർത്ഥിച്ചു. അവർക്കതിനുള്ള കഴിവുണ്ടായിട്ട് പോലും അവർ തന്നെ സഹായിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഇരിക്കെ ഇത്തിരി പോന്ന ഈ ഉറുമ്പിനോട് കാര്യം പറഞ്ഞിട്ട് എന്ത് നേടാൻ? എന്നാലും ചോദിച്ച സ്ഥിതിക്ക് കാര്യം പറയാതിരിക്കുന്നത് ശരിയാണോ? എന്തായാലും പറയുക തന്നെ. ഇങ്ങനെ ചിന്തിച്ചുറച്ച മാടപ്രാവ് ഉറുമ്പിനോടും തന്റെ ദുഃഖ കാരണം പറഞ്ഞു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ചോദിച്ചു, ആലിൻപുത്തിലെ മുട്ടയെടുത്ത ആശാരിയുടെ ചേമ്പും ചേനയും കുത്താത്ത പന്നിയെ, എയ്യാത്ത വേടന്റെ ഞാൻ കരളാത്ത എലിയെ, പിടിക്കാൻ വയ്യാത്ത പൂച്ചയെ, കടിക്കാൻ നേരമില്ലാത്ത പട്ടിയെ, അടിക്കാൻ വയ്യാത്ത അപ്പൂപ്പന്റെ വെള്ളത്താടി കരിക്കാൻ വയ്യാത്ത തീയിനെ, കെടുത്താൻ മടി കാണിച്ച വെള്ളം കലക്കാൻ വയ്യെന്ന് പറഞ്ഞ ആനയുടെ മൂക്കിൽ കടിക്കാമോ ഉറുമ്പേ? മാടപ്രാവിന്റെ വിഷമം മനസ്സിലാക്കിയ ഉറുമ്പ് ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, ഞാൻ കടിക്കാം. മാടപ്രാവിന് സന്തോഷമായി. എന്ത് സംഭവിച്ചു എന്നല്ലേ? ഉറുമ്പ് ചെന്ന ആനയുടെ മൂക്കിൽ കടിച്ചു. വേദന സഹിക്കാനാവാതെ ആന വെള്ളം കലക്കി മറിച്ചു. വെള്ളം ചെന്ന് തീ കെടുത്താൻ തുടങ്ങി. തീ ചെന്ന് അപ്പൂപ്പന്റെ വെള്ളത്താടി കരിച്ചു. അപ്പൂപ്പൻ വടിയെടുത്ത് പട്ടിയെ അടിച്ചു. പട്ടി ചെന്ന് പൂച്ചയെ കടിച്ചു. പൂച്ച എലിയെ പിടിക്കാൻ ഒരുങ്ങി. എലി വേടന്റെ ഞാൻ കരണ്ടു. വേടൻ പന്നിയെ അമ്പെയ്യാൻ മുതിർന്നു. പന്നി ഓടിച്ചെന്ന് ആശാരിയുടെ ചേമ്പും ചേനയും കുത്തിമറിച്ചു. ഫലമോ? ആശാരി ഉടൻ തന്നെ മാടപ്രാവിന്റെ മുട്ട ആലിൻപൊത്തിൽ കൊണ്ടുവച്ചു. ഹാവു, മാടപ്രാവിന് എന്ത് സന്തോഷമായെന്നോ! അത് മരപ്പൊത്തിൽ തന്റെ മുട്ടയെ മുട്ടിയിരുന്നിരുന്നു.